ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ആദ്യമായിട്ട് വാൾപുട്ട് യൂസ് ചെയ്തിട്ടൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ മിക്സ് ചെയ്യാമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഒരു ചെറിയൊരു ട്രേ ആണ് കേട്ടോ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. അതിനകത്ത് ചെറിയ കമ്മലും റിങ്ങൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ചെറിയൊരു ട്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. കുരുമുളക് ചെടീൻ്റെ ആ ഇലയാണ് എടുക്കുന്നത്. അതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇതേപോലെ നന്നായിട്ട് തന്നെ ആ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണക്കാൻ വെക്കണം. അതിൻ്റെ മുന്നേ ഇതിന് ചെറിയൊരു കുഴി പോലെ വരണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു റിങ്ങിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്താൽ ചെറിയൊരു കുഴിയുടെ ഷേപ്പ് കിട്ടും. നമുക്ക് റിങ്ങും കമ്മലൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ ചെറിയൊരു കുഴി വേണ്ടേ. അപ്പോൾ അതുപോലെ ഒന്ന് ഈ റിങ്ങിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചാൽ കട്ടായി പോകുമല്ലോ. അപ്പോൾ ഞാൻ ചെറിയൊരു മിനി ഫ്ലവർ വേസ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇതുപോലൊരു
ഈർക്കൾ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലവർ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി കൊടുക്കണം. അപ്പോൾ ഇതാ കുറച്ച് സമയം വെയിലത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ ലീഫിന് ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ഫ്ലവർ വേസിന് ഒരു ബ്ലൂ കളറാണ് ഞാൻ കൊടുക്കണമെന്ന് വിചാരിക്കുന്നത്. ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലീഫ് നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ജസ്റ്റ് ഗോൾഡൻ കളർ ഒന്ന് വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഞാൻ ഈ വാൾപുട്ടി യൂസ് ചെയ്തിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മാല അതുപോലെ കമ്മൽ റിങ്ങൊക്കെ ഇട്ട് വെക്കാൻ യൂസ് ചെയ്യാം. ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പം വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. നമ്മൾ ബാക്കി വന്ന ഭാഗം കൊണ്ട് ഞാൻ ചെറിയൊരു ഫ്ലവർ വേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്രാഫ്റ്റാണ് ഏത് വർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതും കൂടെ ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.